വക്കീല ചാലക്കുടിയുടെ ഒരു ഫുട്ബോൾ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ കേൾവി കേട്ട സംഭവമാണ്. പേര് കേട്ടൊരു ചരിത്രം. രാമകൃഷ്ണേട്ടൻ മുതൽ ചാത്തുണ്ണേട്ടൻ തുടങ്ങി, അതുപോലെ പാപ്പിയേട്ടൻ, പിന്നെ തുടങ്ങി ഇപ്പോൾ ബിബിൻ തോമസിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ സുവർണ്ണ കാലഘട്ടം. ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള കളിക്കാർ കളിച്ചു വളർന്ന ചാലക്കുടി. പക്ഷേ ചാലക്കുടിയുടെ ഈ ഫുട്ബോൾ ചരിത്രത്തിനും അതുപോലെ തന്നെ ചാലക്കുടിയുടെ കായിക മേഖലയും പലപ്പോഴും മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികളൊക്കെ മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. വക്കീലൊരു സ്പോർട്സുകാരാണ്, പന്ത് തട്ടി കളിച്ച് വളർന്ന ഒരാളാണ്. ക്രൈസ്റ്റ് കോളേജിലെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. വക്കീലിൻ്റെ മനസ്സിലൊരു മാപ്പ് ഉണ്ടാവില്ലേ നമ്മുടെ ഈ ഫുട്ബോൾ മേഖലയ്ക്കും കായിക മേഖലയ്ക്കൊക്കെ ഉള്ള വക്കീലിൻ്റെ സ്വപ്നം എന്താണ്? തീർച്ചയായിട്ടും ഫുട്ബോൾ എന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റണമെന്നല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നതല്ല. ഫുട്ബോളാണ് ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ചാലക്കുടിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഫുട്ബോൾ. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഫുട്ബോളിൻ്റെ ഇറ്റിലം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഈ പുത്തുപറമ്പ് മൈതാനത്ത് കളിച്ചു വളർന്ന ഒരു എന്താ പറയുക തലമുറയാണ്. അന്ന് കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള സീനിയർ ഫുട്ബോൾ പ്ലേയേഴ്സ് എല്ലാവരും ഒപ്പം നിന്ന് ഞങ്ങളോടൊപ്പം കളിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ ഫുട്ബോളിലേക്ക് കടന്നു വന്നതും ആ പ്രചോദനം ഉണ്ടായത്. തീർച്ചയായിട്ടും അതിനെ കൂടുതൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അത് ചിലപ്പോൾ വേണമെങ്കിൽ പല സമയങ്ങളിലും അതിൻ്റെ ഈ ഫുട്ബോളിൻ്റെ ഒരു സംസ്കാരം മനസ്സിലാവാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പ്രൊഫഷണൽ ശൈലിയിലേക്ക് ഫുട്ബോൾ മാറ്റേണ്ട ആവശ്യമാണ്. സെവൻസ് ടൂർണമെന്റുകൾക്ക് മലപ്പുറത്തേക്കാൾ മുൻപിൽ നമ്മൾ ചാലക്കുടി ടീമുകളായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മുടെ ഇണ്ടനീല് വായനശാല ഒരു ടീം വനിതാ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നു. പക്ഷേ അവർക്കൊക്കെ വേണ്ടതൊരു പ്രോത്സാഹനം സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ചാലക്കുടി ഫാന്റാസ്റ്റിക് ടീം എന്നോ അല്ലെങ്കിൽ ചാലഞ്ചേഴ്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള അറിയുന്ന ടീമുകളായിരുന്നു. അതുപോലെ കേരളത്തിലെ പ്രധാന ടീമുകളിലും പ്രധാന പ്ലേയേഴ്സ് ചാലക്കുടിക്കാരായിരുന്നു. യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചാത്തുനിസാർ, രാമകൃഷ്ണേട്ടൻ തുടങ്ങി, ജോസേട്ടൻ തുടങ്ങി, ML ജേക്കബേട്ടൻ തുടങ്ങിയുള്ള മെയിൻ പ്ലേയേഴ്സും ഒക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ഇണ്ടനീലി ക്ലബ്ബ് അവർ വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് പെൺകുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നു. അവർ കേരളത്തിലെ 1-2 ടീമുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അവർക്കൊക്കെ KFAയുടെ രജിസ്ട്രേഷൻ കിട്ടുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്താലാണ് അവർക്ക് തുടർന്ന് നന്നായിട്ട് പോകാൻ സാധിക്കുക. ഓൾറെഡി ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ KFA ആയിട്ട് എത്രയും വേഗം അവരുടെ KFA രജിസ്ട്രേഷനൊക്കെ റെഡിയാക്കാൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൂടുതൽ ക്ലബ്ബുകൾ, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളർത്തിക്കൊണ്ടുവരുന്ന അങ്ങനത്തെ ആ രീതിയിലുള്ള അക്കാഡമികൾ, ഇപ്പോൾ ഈ കാലത്ത് അക്കാഡമികൾ വന്നാലാണ് ഇവർക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതിന് നമ്മൾ ചാലക്കുടിയിലെ സജ്ജമായിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിലുള്ള നടപടികളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ട് ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ വക്കീലൊക്കെ കളിച്ചോളുന്ന ഗ്രൗണ്ട് പകുത്തപ്പെട്ടതിന് ശേഷം ആണ് ചാലക്കുടിയിലെ ഫുട്ബോൾ ഒരു മികവ് താഴ്ത്തേക്ക് പോയി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഗ്രൗണ്ട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് പിറകിലുള്ള ഗ്രൗണ്ടിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ കളിമൺതട്ടുണ്ട്, ഇവിടെ കുറേ ആളുകൾ എല്ലാ ദിവസവും കാലത്ത് കളിക്കുന്നുണ്ട്. അവരുടെ വലിയൊരു ആവശ്യമാണ്, അവർക്കും കുറേ കൂടി കൂടുതൽ സൗകര്യമുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു സ്വപ്നം. ഇത്തരത്തിൽ ചാലക്കുടിയിലെ കായിക മേഖലയെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും പദ്ധതികൾക്കോ പ്ലാനുകൾക്കോ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കൂളിനോട് ചേർന്ന് ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇവിടുത്തെ മൈതാനങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. നമ്മൾ ഏറ്റവും ഇവിടെ ഇപ്പോൾ നമ്മൾ കെട്ടിടങ്ങൾ പണികളും കഴിഞ്ഞ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും സ്കൂളിനോട് ചേർന്നുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതിനോട് ചേർന്നുള്ള മറ്റു ഗ്രൗണ്ടുകളും ഈ മൈതാനത്ത് തന്നെ. പുത്തുപറമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു ചാലക്കുടിയുടെ. ഇവിടെ ഫുട്ബോൾ കളിക്കുകയും ചുറ്റും എല്ലാ സമപ്രായക്കാരും ഈ ഗ്രൗണ്ടിന് ചുറ്റും വന്നിരിക്കുന്ന ഒരു വൈകുന്നേരങ്ങളുണ്ടായിരുന്നു. ആ വൈകുന്നേരങ്ങൾ ചാലക്കുടിയുടെ സംസ്കാരമാണ് വിളിച്ചോതിയിരുന്നത്. അവസാനമായിട്ട് ചാലക്കുടി സൂപ്പർ ഡിവിഷൻ വിൻ ചെയ്തത് സോക്കർ ഫേസ് ക്ലബ്ബാണ്. സോക്കർ ഫേസ് അവസാനമായിട്ട്. അതിനുശേഷം ആരും ആ സൂപ്പർ ഡിവിഷൻ വിൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ആള് പേട്ടനാണ്, ഞാൻ സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മുടെ രഞ്ജിത്ത് അതിൻ്റെ ട്രഷറൊക്കെയാണ്. അപ്പോൾ ഫുട്ബോളിൽ ഒഴിച്ചു മാറ്റിയിട്ട് ചാലക്കുടിയൊന്നുമില്ല. ചാലക്കുടിക്കാരനായുള്ളൊരു MLA എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ പ്രചാരണം തന്നെ. ഇവിടെ ആളുകൾ കുറഞ്ഞു പോയത്, അതായത് കളിക്കാർ കുറഞ്ഞു പോയത് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അഭാവമാണ്. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ഇവിടെ 7s കളിക്കാനേ പറ്റുള്ളൂ, 11s കളിക്കാൻ പറ്റില്ല. തുടർച്ചയായിട്ട് ക്യാമ്പുകൾ വേണം. ക്യാമ്പുകൾക്ക് വേണ്ട ഗ്രൗണ്ട് വേണം, അടിസ്ഥാന സൗകര്യം വേണം. അതിവിടെ ഇല്ല നിലവിൽ. ഉണ്ടായിരുന്ന 2 ഇൻഡോർ സ്റ്റേഡിയങ്ങളാണെങ്കിൽ ഇപ്പോഴാണ് അടുത്ത കാലത്താണ് ML ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ ഒന്ന് പനമ്പള്ളി കോളേജിൻ്റെ അടുത്തുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി കിടക്കണം. പൈസ മുടക്കിയിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ഗുണം കിട്ടിയിട്ടില്ല. ചാലക്കുടിക്കാരുടെ സ്പന്ദനം അറിയുന്ന ഒരാൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നല്ലൊരു MLA വരണം, അല്ലെങ്കിൽ ആര് വന്നാൽ സ്പോർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ചാലക്കുടിയിൽ. അപ്പോൾ ഇനിയും നല്ലൊരു എന്താ പറയുക ജനപ്രതിനിധി പറ്റ ജനങ്ങളെ വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കട്ടെ. ഭാവിയിൽ ചാലക്കുടിക്ക് മികച്ച ഗ്രൗണ്ടും മികച്ച എന്താ പറയുക ടൂർണമെൻറ്റുകളൊക്കെ നടത്താൻ. ഒരുപാട് കാലമായി ടൂർണമെൻറ്റുകളോടെ ചാലക്കുടി നല്ലത് 11s ടൂർണമെൻറ്റ് നടക്കാണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അവസാനം നല്ലൊരു ടൂർണമെൻറ്റ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു B ഡിവിഷൻ ലീഗ് വന്നിരുന്നു, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ. അതിന് ശേഷം ഇവിടെ നല്ല ടൂർണമെൻറ്റുകളൊന്നും വന്നിട്ടില്ല. ജില്ലാ ഫുട്ബോൾ, അതായത് സീനിയർ ഡിസ്ട്രിക്ട് പോലുള്ള കളികൾ വന്നിട്ടില്ല. അതൊക്കെ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബുകൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട്, അതായത് ഉന്നതിയിലെത്തണം.
അതുപോലെ തന്നെ കളിക്കാൻ ഒരുപാട് കളിക്കാരും വേണം. ഈ ചാലക്കുടിനെ റെപ്രസെൻ്റ് ചെയ്ത് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് അതുപോലെ സന്തോഷം പോലുള്ള മത്സരങ്ങളിൽ കൂടുതൽ കളിക്കാർ ചാലക്കുടി റെപ്രസെൻ്റ് ചെയ്ത് വേണം. താങ്ക് യു. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടു പോയ പുത്തുപറമ്പ് സംസ്കാരം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കളിക്കുന്ന ആ ചാലക്കുടിയുടെ പഴയ ഫുട്ബോൾ സംസ്കാരം തിരിച്ചു പിടിക്കാൻ ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിട്ടുള്ള സ്പോർട്സ് താരം കൂടിയായിട്ടുള്ള ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിട്ട് സുപരിചിതനായിട്ടുള്ള, അത് മാത്രമല്ല ഫുട്ബോളിന് വേണ്ടി വളരെ പ്രത്യേക തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള സമരം കൂടി നടത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബിജു വക്കീൽ. തീർച്ചയായിട്ടും അദ്ദേഹം MLA ആയിട്ട് ഇവിടെ ജയിച്ചു വരുന്നതോടുകൂടി നമ്മുടെ കായിക മേഖലയ്ക്ക് തന്നെ വലിയ ഉണർവുണ്ടാകുമെന്ന് യാതൊരു സംശയമില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരിടുന്നു.